ഹലോ എവ്രി വൺ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയാൽ പുതിയ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ലൈനിങ് മെറ്റീരിയൽ എ ലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ 2 ലെയറായിട്ട് മെറ്റീരിയൽ എടുത്ത ശേഷം അതിനെ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്ത് 50 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ആ ലെങ്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എക്സ്ട്രാ ഒന്നും ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റും ജോയിൻ ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ആം ഹോളിൻ്റെ മാർക്കിംഗ് ആ ടൈമിൽ ക്യാമറ ഓൺ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 7.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആം ഹോളിൻ്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിച്ച ശേഷം ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് ആം ഹോളിൻ്റെ എക്സ്ട്രാ മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നും ഇതുപോലെ ചരിച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കാണുന്ന 3 പോയിന്റും ജോയിൻ ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത പോയിന്റിൽ നിന്നും പുറത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബാക്ക് ആം ഹോളിന് വേണ്ടിയിട്ടുള്ളതാണ്. 15 ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ വരുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇവിടെ 8.5 ഇഞ്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 21.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ വരേണ്ടത് നമ്മുടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. ഇവിടെ മെഷർമെൻറ്റ് വരുന്നത് 10 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 പോയിന്റും ജോയിൻ ചെയ്ത് നമുക്ക് ബോഡിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം. തയ്യൽ തുമ്പുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ബോഡിയുടെ ഷേപ്പുമായിട്ട് ജോയിൻ ചെയ്താണ് കേട്ടോ വരച്ചു. താഴെ ഈ മെറ്റീരിയലിൻ്റെ ഓപ്പൺ സൈഡ് വരുന്നുണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 ഇഞ്ചുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കിതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ഹിപ്പിൻ്റെ മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പാർട്ടാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിൻ്റെ ആ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ബാക്ക് പാർട്ടിനെ ലെങ്ത്തിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ലൈനിങ് ഫാബ്രിക് എടുക്കുന്നുണ്ട്. ലൈനിങ് ഫാബ്രിക്കിനെ കാണുന്ന പോലെ ആ ഫോൾഡ് ചെയ്ത സൈഡ് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. താഴെ കാണുന്നുണ്ടല്ലോ 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഫാബ്രിക് കൊടുത്തിട്ടാണ് മെയിൻ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. ആ ഒരു 1.5 ഇഞ്ചിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ലൈനിങ് ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് സെയിം ടു സെയിം ആയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ ഒരു ടോപ്പ് കറക്റ്റ് ആവുന്നത്. ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ട് റെഡിയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ആ യോക്കിലെ കട്ടിങ്ങിനായിട്ട് മുകളിൽ നിന്ന് ഞാൻ 12 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തത്. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ നന്നായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ 13 ഇഞ്ച് യോക്ക് പാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ലൈനിങ് പാർട്ട് നീളത്തിലാണല്ലോ ഫോൾഡ് ചെയ്തെടുത്തത്. അതേ രീതിയിൽ നമ്മളിവിടെ മെയിൻ പാർട്ടിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഈ ഫ്രണ്ട് ലൈനിങ് പാർട്ടിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരു ലൈനിങ് പാർട്ടിൻ്റെയും ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെയും ഫോൾഡ് ചെയ്ത സൈഡ് രണ്ടും ചേർന്ന് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത് നേരത്തെ നമ്മൾ ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്ത പോലെ മെയിൻ ഫാബ്രിക്കിൽ 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്.
മെയിൻ ഫാബ്രിക് ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് അകത്തുള്ള ലൈനിങ് പാർട്ട് കാണാം കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്യാൻ, അത് ഈ മെയിൻ ഫാബ്രിക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന താഴത്തെ പാർട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ടാണ് കേട്ടോ. നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും അങ്ങനെ രണ്ടായിട്ട് പറയാറുണ്ട്. അതിൽ സ്കേർട്ട് പാർട്ടാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ സ്കേർട്ട് പാർട്ടിലാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈനിങ് പാർട്ടിനെക്കാളും 1.5 ഇഞ്ച് ലെങ്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കിൽ. പിന്നെ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജ് മാറി നമ്മൾ മെയിൻ ഫാബ്രിക് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം അത് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് ജോയിൻ ചെയ്തെടുക്കണം അങ്ങനെ വേണ്ട. അല്ലാതെ നമ്മൾ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൽ മാത്രമായിട്ട് ആ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു മെയിൻ ഫാബ്രിക്കിനെ ഞാൻ 1/2 ഇഞ്ച് ഒന്ന് താഴത്തേക്ക് നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിലേക്കുള്ള ആ ഒരു ഷോൾഡർ പാർട്ടും ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ ഈ ഒരു പാർട്ടിൽ മുകളിലേക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഒരു പാർട്ടിലേക്ക് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നെക്കിൽ സ്കാലപ്പാണ് വരുന്നത്. അതിനായിട്ട് ഇതുപോലൊരു പേപ്പർ സ്റ്റിപ്പ് എടുത്തിട്ടുണ്ട്. പേപ്പർ സ്റ്റിപ്പിനെ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വീതി വരുന്നത് 4.5 ഇഞ്ചാണ്, നീളം വരുന്നത് 10 ഇഞ്ചാണ്. ഇവിടെ കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീനൊക്കെ ആവുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൊടുക്കണം. ഏത് സൈസിലൊക്കെ ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് കൂടിയ ആളിനാണെങ്കിൽ ഇവിടെ മാക്സിമം ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ഒരു സ്കാലപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്കെയിൽ യൂസ് ചെയ്താൽ കുറച്ചത് വലുതായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ കുറച്ച് എളുപ്പമാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ ഒരു സ്കെയിലുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് കട്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിലാണ് ഈ ഒരു ഷേപ്പ് കൂടുതലും വന്നിട്ടുള്ളത്. അങ്ങനെ വന്നുകൊണ്ടാണ് കേട്ടോ നമുക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള നെക്ക് കിട്ടിയത്. ആ ഒരു ക്ലോസ് ആയിട്ടുള്ള നെക്ക് വേണം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വിരിഞ്ഞ കഴുത്താണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു ആ ഒരു റാ പോലത്തെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു കർവ് ഷേപ്പ്, അത് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണുന്നുണ്ടല്ലോ, പെണ്ണിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കർവ് ഷേപ്പ് വെച്ച് കൊടുക്കേണ്ടത്. ആ രീതിയിൽ വെച്ചാൽ കുറച്ച് വിരിഞ്ഞ നെക്ക് നിങ്ങൾക്ക് കിട്ടും. മുകളിൽ നിന്നും താഴേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റിൽ ഈ കാണുന്ന ഷേപ്പ് അല്ല കേട്ടോ എനിക്ക് വേണ്ടത്. ഇതുപോലെ കുറച്ചൊന്ന് ചെരിഞ്ഞ ഷേപ്പാണ് വേണ്ടത്. അതുകൊണ്ട് അവിടെ മാത്രം ഈ ഒരു രീതിയിൽ വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി കാണുന്ന പോലെ കുറച്ച് എക്സ്ട്രാ പീസ്, ഒരു 1 ഇഞ്ചോളം എക്സ്ട്രാ പീസ് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു സ്കാലപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര പേഷ്യൻസ് ആണ് കേട്ടോ ആവശ്യം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാണുന്ന പോലെ അത്ര ഈസി അല്ല. കാരണം അത്രയും ടൈം എടുത്ത് കട്ട് ചെയ്തെടുത്താലേ അത്രയും നീറ്റായിട്ട് നമുക്ക് വരും. കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ കിട്ടാനാണ് കേട്ടോ അവിടെ ഞാൻ ആ ഒരു ചേഞ്ച് വരുത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഗ്ലേസിങ് വരുന്ന ഭാഗം മെറ്റീരിയലിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ എല്ലാ സൈഡിലും എക്സ്ട്രാ മെറ്റീരിയൽ വരുന്ന ഒരു പീസ് മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ആ ഒരു സ്റ്റിപ്പിനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് മെറ്റീരിയലിന് ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 11 ഇഞ്ചാണ്, നീളം വരുന്നത് 15 ഇഞ്ചാണ്. നമ്മളിവിടെ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. ലെങ്ത് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 7.5 ഇഞ്ച് നീളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു പോയിന്റിൽ മുകളിൽ നിന്ന് താഴോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അത്രയും സ്ട്രെയിറ്റ് ആയിട്ടാണ് വരേണ്ടത്. അവിടുന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരേണ്ടത്. ഇനി കാണുന്ന ഈ 2 പോയിൻറ്റിൻ്റെയും മിഡിൽ പോർഷൻ ഒന്ന് കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് സ്ലീവിൻ്റെ ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് വരച്ചെടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റിൽ വീതി വരേണ്ടത് 7.5 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന 2 പോയിൻറ്റും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം.
ഷേപ്പ് മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. ആ 3 ഇഞ്ചിൽ നമുക്ക് കാണുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് പഫിന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. താഴേക്കും ഏകദേശം ഒരു വീതി 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പായിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മെറ്റീരിയലിനെ ഓപ്പൺ ചെയ്ത ശേഷം ഒരു 2 പീസായിട്ട് കിട്ടുമല്ലോ, അപ്പോഴാണ് കേട്ടോ ആ ഒരു ഫ്രണ്ടിലെ എക്സ്ട്രാ മാർക്കിങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. പിന്നെ ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് അത് നിർബന്ധമില്ല, ഞാനിവിടെ മാർക്ക് ചെയ്തുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിലിനി എത്ര ഇഞ്ചിലാണ് നമുക്ക് പ്ലീറ്റ്സ് വേണ്ടതെന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 7 ഇഞ്ചാണ് കേട്ടോ ഒരു ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്നും പ്ലീറ്റ്സിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഏകദേശം ഫുള്ള് കവറായി നിൽക്കുന്ന രീതിയിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഏരിയയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാവുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു സെൻട്രൽ പോർഷനിൽ മാത്രമായിട്ട് പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സെൻട്രൽ പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും ആ ഒരു 7 ഇഞ്ച് കറക്റ്റായിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ട് പാർട്ടിനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 42 ഇഞ്ചാണ് കേട്ടോ. മെറ്റീരിയലിൻ്റെ ഫുൾ വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും ആ ഒരു പ്ലെയിനായിട്ട് വരണമല്ലോ, കാരണം ആ ഒരു പ്ലീറ്റ്സ് വരാത്ത പാർട്ട് സൈഡിൽ നിന്നും അത് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിൽ നിന്നും. എന്നിട്ട് നടുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാ സ്ഥലത്ത് കുറേ സ്ഥലം ഇതുപോലെ എക്സ്ട്രാ വരുമല്ലോ, അവിടെയാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ, ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻ്റ് വരെ നമുക്ക് പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു പ്ലീറ്റ് വരണ്ടാത്ത സ്ഥലം നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് ആ ഒരു ഫാബ്രിക്കുമായിട്ടൊന്ന് പിൻ ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി ആ ഒരു പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പ്ലീറ്റ്സ് ഈസി ആയിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ ഒരുപാട് പ്ലീറ്റ്സ് വരുന്ന കുർത്തി ചെയ്തപ്പോഴെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടത് വീണ്ടും ഇതിൽ കാണിക്കുന്നില്ല. ഈ ഒരു ടോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് മിക്കവാറും റിക്വസ്റ്റ് ഒരുപാട് വരാറുണ്ട്. അത് നമ്മൾ ഒരു വർക്കിലിരിക്കുമ്പോഴായിരിക്കും ഈ മെസ്സേജ് വരുന്നതും ആ ഒരു റിക്വസ്റ്റ് നമ്മൾ കാണുന്നതും അവരോട് ചെയ്യാമെന്ന് പറയുന്നതും. പക്ഷേ നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പോകുമ്പോൾ മെസ്സേജ് അല്ലേ, അതങ്ങ് വിട്ടുപോകും. അങ്ങനെ പക്ഷേ ഈ ഒരു മോഡൽ എനിക്ക് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതല്ല. പിന്നെ എന്തെങ്കിലും വീണ്ടും അവരൊരു റിക്വസ്റ്റ് അയക്കുമ്പോഴായിരിക്കും ഞാൻ ആ മെസ്സേജ് കാണുമ്പോൾ അയ്യോ മുന്നേ ഇതുപോലൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞതാണല്ലോ, അത് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ ആരെയും മനഃപൂർവ്വം ചെയ്യാത്തതല്ല. അപ്പോൾ അത്യാവശ്യമുള്ള മോഡലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലല്ലേ എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ വീഡിയോ അല്ല, എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത്, റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും അത്യാവശ്യമുള്ള മോഡലാണെങ്കിൽ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുക, എന്നാലേ ഞാനത് ഓർക്കുകയുള്ളൂ. മനഃപൂർവ്വമല്ല, ഈ തിരക്കിനിടയിൽ വിട്ടുപോകുന്നതാണ് കേട്ടോ. ഇതുപോലെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് അയൺ ചെയ്തെടുക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വളരെ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പിന് ഉള്ളത് നല്ലതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ ഇവിടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്ലീറ്റ്സിനെയും കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ച ശേഷമാണ് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു പ്ലീറ്റ്സ് കറക്റ്റായിട്ട് അതുപോലെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ അയൺ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫാബ്രിക്കും നിങ്ങളെടുത്ത് അയൺ ചെയ്യുമ്പോൾ അയൺ ബോക്സ് ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു അയൺ ബോക്സിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏത് മെറ്റീരിയലിലാണെങ്കിലും ഈ ഒരു അയൺ ബോക്സ് മെറ്റീരിയൽ ഉരുക്കിയൊന്നും പോയില്ല, ആ ഒരു ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഈസി ആയിട്ടത് ചെയ്യുന്നത്. അല്ല, നോർമൽ അയൺ ബോക്സ് ആണെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്ക് അയൺ ചെയ്യാൻ പാടുള്ളൂ, മെറ്റീരിയൽ ഉരുക്കി പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് കൈവയ്ക്ക് ചേട്ടാ അങ്ങോട്ട് കൈവയ്ക്ക് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇതാ ഒരുവിധം ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അത് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിന് നമ്മൾ താഴേക്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് താഴേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. ഇവിടെ ലൈനിങ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ പ്ലീറ്റ് കൊടുത്ത് വെച്ചിട്ടുള്ള മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഷോൾഡർ പാർട്ടും ആം ഹോളിൻ്റെ അവിടെയും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെറ്റീരിയൽ ഇതുപോലെ വഴുതി പോകുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു എക്സ്ട്രാ ഫാബ്രിക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഒരു ഷോൾഡർ പാർട്ടിൻ്റെ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴെ ആ ഒരു യോക്കിൻ്റെ കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ ഒരു പാർട്ടിൽ നമ്മൾ മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിപ്പിൻ്റെ ഈ ഒരു 3 സൈഡും എക്സ്ട്രാ ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ കൊടുക്കാം. ആ രീതിയിൽ മെറ്റീരിയൽ എക്സ്ട്രാ കൊടുത്ത ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ടത് കാണുന്ന പോലെ ആ ഒരു പേപ്പർ സ്റ്റിപ്പിനെ ആ ഒരു മെറ്റീരിയലോടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പ് പാർട്ടിൻ്റെയും എക്സ്ട്രാ മെറ്റീരിയൽ ഈ ഒരു ടൈമിൽ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് മിഡിൽ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെയും മിഡിൽ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി രണ്ടിൻ്റെയും ആ ഒരു കട്ടിങ് സെയിം ടു സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഒരു പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മെറ്റീരിയൽ കൂടുതൽ അനങ്ങി പോകാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾ യോക്കിൻ്റെ ആ ഒരു പാർട്ടിൽ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഈ ഒരു സെൻട്രൽ പോയിൻ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു പേപ്പർ സ്റ്റിപ്പിൽ സ്റ്റിച്ച് വരരുത്, ആ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് വരേണ്ടത്. പക്ഷേ ഈ ഒരു ഷേപ്പിൽ സെയിം ടു സെയിം ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മളിങ്ങനെ മെഷീൻ കാലുകൊണ്ട് ചവിട്ടിയിട്ടോ അല്ലെങ്കിൽ മോട്ടർ ഉണ്ടാവും, അത് വെച്ചിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ ചവിട്ടിയൊന്നും മെഷീനെ വർക്ക് ചെയ്യിപ്പിക്കാതെ മാക്സിമം നമ്മൾ ആ ഒരു കൈ കൊണ്ട് മെഷീനൊന്ന് കറക്കി കൊടുക്കുമല്ലോ, ആ രീതിയിൽ ചെയ്തെടുത്താൽ എത്ര അറിയാത്തവരാണെങ്കിലും ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ സ്കാലപ്പ് മാർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണല്ലോ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്സ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ സ്കാലപ്പ് എങ്ങനെയാണ് വരച്ചിട്ട് മാർക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് ആ രീതിയിലും ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈസ് ക്ലിയർ ആവാനായിട്ട് ഒരു കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഷേപ്പ് മാത്രം നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ച് ആ ഒരു ഷേപ്പിലേക്ക് വരച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് വരാനായിട്ട് ഓരോ പോയിന്റിലും നിർത്തി നല്ല ടൈം എടുത്താണ് കേട്ടോ അത് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളതിൽ നിന്നും നമ്മളൊരു പ്രഷർ ഫ്രൂട്ടിൻ്റെ അത്രയും നീളം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ആ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഈ ഒരു മിഡിൽ പോർഷനിൽ ഇതുപോലൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ടിങ് കൊടുക്കുന്നതെല്ലാം ആ ഒരു നമ്മുടെ സ്റ്റിച്ച് കട്ടാവാതെയാണ് കേട്ടോ കട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു പീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലാക്കിയിട്ട് നല്ല വശം പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് വരുന്നത് നമ്മൾ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ റെഡിയാക്കി എടുത്തപ്പോൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു സെൻട്രൽ പോർഷനിലൊക്കെ ചെറിയ ചുളിവ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നതിൻ്റെ റീസൺ അകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഉള്ളിൽ ആ ഒരു പോർഷൻ എടുത്തിട്ട് ശരിക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് അവിടെ വന്നിട്ടുള്ള ആ ഒരു കുഞ്ഞ് പ്ലീറ്റ്സൊക്കെ മാറി നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വീണ്ടും സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം.
ബാക്ക് പാർട്ട് വേണമെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈനിങ് ഫാബ്രിക്കിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിനെ മാറ്റി വെച്ചിട്ട് ലൈനിങ് ഫാബ്രിക്കിൽ മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്കൊന്ന് മാർക്ക് ചെയ്യാനാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ട് പാർട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഒരു വിഡ്ത്ത് ഒന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് ആ ഒരു പ്രഷർ ഫ്രൂട്ടിൻ്റെ അത്രയും സ്റ്റിച്ച് കൊടുക്കണമല്ലോ, അതിനുള്ള സ്പേസ് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ലെങ്ത്ത് 4 ഇഞ്ച് എന്നുള്ളത് ഒരു 5 5.5 ഇഞ്ചോ വരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈനിങ് ഫാബ്രിക്കിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് ഫാബ്രിക്കിനെ ഉള്ളിലാക്കിയിട്ട് മെയിൻ ഫാബ്രിക്കിനെ പുറത്തെടുക്കാം. നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അയൺ ചെയ്താണ് കേട്ടോ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിൻ്റെ ലൈനിങ് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, ആ ലൈനിങ് പാർട്ടിനെ ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച ശേഷം മെയിൻ പാർട്ടിലോട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ജോയിൻ ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് കേട്ടോ ഫിനിഷ് ചെയ്ത് വരുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സെയിം ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൽ ആ ഒരു ലൈനിങ് പാർട്ടും മെയിൻ ഫാബ്രിക്കും ആയിട്ട് ആ ഒരു യോക്കിൻ്റെ പോർഷൻ വരെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെയിം ടു സെയിം ആയിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ആം ഹോളിൻ്റെ പാർട്ടിൽ സെയിം ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ നിൽക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇവിടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു കരഭാഗം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നോർമലി സ്ലീവ് ജോയിൻ ചെയ്ത് നമ്മൾ ഷോൾഡർ പാർട്ടിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും. പക്ഷേ ഇവിടെ പഫ് സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് സ്ലീവ് ജോയിൻ ചെയ്ത് തുടങ്ങുന്നത്. പ്ലീറ്റ്സ് വരേണ്ട പാർട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ പാർട്ടിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിലേക്ക് 3 ഇഞ്ച്, ബാക്ക് പാർട്ടിലേക്ക് 3 ഇഞ്ച്, ആ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിനുള്ളിൽ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴത്തെ പാർട്ടും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എത്രയാണോ മെഷർമെൻറ്റ് അവിടെ വരുന്നത് ആ ഒരു മെറ്റീരിയൽ അവിടെ ജോയിൻ ചെയ്ത് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത ശേഷം ബാക്കി കിട്ടുന്ന മെറ്റീരിയലിനെ ഫുള്ളായിട്ട് ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തെടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡുള്ള സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ് പാർട്ടിൽ താഴെ 2 പീസിലും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ ബോഡിയുടെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ യോക്ക് പാർട്ടിൻ്റെ അതുവരെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. യോക്ക് പാർട്ടിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ശേഷം ഇനി ഈ ലൈനിങ് പാർട്ടിനെ രണ്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് മാറ്റിയിട്ട് മെയിൻ ഫാബ്രിക്കിൽ മാത്രമാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി കാണുന്ന പോലെ ലൈനിങ് പാർട്ട് എടുക്കുന്നുണ്ട്. ആ ലൈനിങ് പാർട്ടിനെ ഇനി ഈ ഒരു മെയിൻ ഫാബ്രിക്കിനെ കുറച്ച് ഉള്ളിലേക്ക് മാറ്റിയിട്ടാണ് കേട്ടോ ലൈനിങ് ഫാബ്രിക്കിൽ മാത്രമായിട്ട് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ മെയിൻ ഫാബ്രിക്കുമായിട്ട് ടച്ച് ചെയ്ത് വന്നിട്ടാണ് താഴേക്ക് വരുമ്പോൾ ലൈനിങ് ഫാബ്രിക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പോർഷനിൽ കാണുന്നുണ്ടല്ലോ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വേറെ വേറെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു 3 ഇഞ്ചിൻ്റെ കട്ട് ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡിഫറൻസ് വന്നത്. ഇനി നമ്മൾ ഈ ഒരു ടൈമിലാണ് 2 സൈഡ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഈ എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കിനെ നമ്മൾ ബാക്കിലത്തെ പാർട്ടുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റേണ്ടത്.
ഒന്ന് എ ലൈൻ മോഡലും ഒന്ന് പ്ലീറ്റ്സ് വരുന്ന പാർട്ടുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റ് അല്ലാതെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ലാസ്റ്റ് ടൈം കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴത്തെ പാർട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ഫിനിഷ് ആക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.